ത്തിന്റെ അധ്യക്ഷൻ ശ്രീ വി കെ രാമചന്ദ്രൻ, സെക്രട്ടറിയും ഗുരുസ്വാമിയുമായ ശ്രീ എസ് ആർ നായർജി, സേവാഭാരതിയുടെ സംഘടനാ സെക്രട്ടറി, തെലങ്കാന പ്രാന്തത്തിന്റെ സംഘടനാ സെക്രട്ടറിയായ ശ്രീ വാസുജി, അതോടൊപ്പം തന്നെ നമ്മുടെ മുൻ MLC അഡ്വക്കേറ്റ് രാമചന്ദ്രൻജി തുടങ്ങി വേദിയിലിരിക്കുന്ന രാമധർമ്മ പ്രചാര സഭയുടെ പ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. മലയാളം മനസ്സിലാകാത്തവരുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിലും സഹിക്കേ നിവർത്തിയുള്ളൂ, ഒരു രക്ഷയില്ല. തെലുങ്ക് പറയാൻ അറിയില്ല, ഇംഗ്ലീഷും മലയാളം മതി, വേണം നമ്മൾ കൈവരക്കാൻ നല്ലത്. ഇപ്പോ 6 മണിയായി. എത്ര മണിക്കാ തെയ്യം? തെയ്യം കാണാൻ ഇരിക്കുന്നത് തെയ്യം കണ്ടിട്ടില്ല. എന്തായാലും ഇവിടെ നമ്മളെല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത് ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ സംസ്കാരത്തോട്, നമ്മുടെ രാഷ്ട്രത്തോട് ഒക്കെയുള്ള മമതയും ബഹുമാനവും ഒക്കെയാണ് നമ്മളെല്ലാവരെയും ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഇവിടെ ആമുഖമായി സംസാരിച്ച എല്ലാവരും പലവിധ ആശങ്കകളാണ് പങ്കുവച്ചത്. നമ്മുടെ സമാജത്തിന് ഐക്യമില്ല, നമ്മുടെ സമാജം സീരിയസ് അല്ല. അവരുടെ ആശങ്കകളൊന്നും അസ്ഥാനത്തല്ല. കാരണം അത്രയേറെ സംഭവ വികാസങ്ങളാണ് ഏകപക്ഷീയമായി നമുക്കെതിരെ ഇന്ന് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സ്വാഭാവികമായും അതൊക്കെ കാണുമ്പോൾ ഈ സംസ്കാരത്തോടും സമാജത്തോടും ഒക്കെ സ്നേഹമുള്ള ഏതൊരാൾക്കും ആശങ്കയുണ്ടാകും. എന്തുകൊണ്ടാണ് ഇതിനെ ഒന്നും ചെറുക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ മതിയോ? അതാണ് നമ്മുടെ ആശങ്കയുടെ ഒരു പ്രധാന കാരണം. ഇങ്ങനെ ചെയ്താൽ മതിയോ എന്നൊരു ആശങ്ക എല്ലാവരിലും ഉണ്ട് എന്നത് യാഥാർത്ഥ്യം. പക്ഷെ അപ്പോഴും അതിൻ്റെ ഒരു ക്രിയാത്മകമായ ഒരു വശം നാം കാണാതെ പോകരുത്. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നമ്മൾ എത്രയോ മാറിയിരിക്കുന്നു. അല്ലെങ്കിൽ ഹൈന്ദവ സമാജത്തിന് ഐക്യമില്ല എന്നൊക്കെയുള്ള വാദഗതികൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെയൊക്കെ സമർത്ഥമായി മറികടന്നത് ഇവിടെ മുമ്പ് നമ്മുടെ വാസുജി സംഘത്തിന്റെ പ്രചാരകർ. ഇപ്പൊ 925 സംഘം സ്ഥാപിക്കാൻ വന്നപ്പോഴും സംഘസ്ഥാപകനായ ഡോക്ടർജി അടക്കമുള്ളവർക്ക് നേരിടേണ്ടി വന്ന ഇതേ വിഷയമാണ് ഹൈന്ദവ ഐക്യം. അപ്പൊ ഈ ഹൈന്ദവ ഐക്യം എന്ന് RSS പറയുമ്പോൾ, അല്ലെ പിൽക്കാലത്ത് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ അത് പറയുമ്പോൾ, നമ്മളതിനെ അല്ലെങ്കിൽ നമ്മൾ ഇൻ ദ സെൻസ് ഇവിടെ മറ്റുള്ളവർ അതിനെ തികച്ചും വർഗീയം എന്ന തലത്തിലേക്ക് ചിത്രീകരിക്കുകയും ഹൈന്ദവ ഐക്യം എന്നുള്ളത് മതപരമായ ഏതോ ഒരു കൂട്ടായ്മയാണ്, ഇതര വിഭാഗങ്ങൾക്കെതിരെയുള്ള ഒരു കൂട്ടായ്മയായിട്ടാണ് പലരും അതിനെ ചിത്രീകരിച്ചത്. അതിന് ഈ ഹൈന്ദവ ഐക്യം അല്ലെങ്കിൽ ഹിന്ദുക്കളായ നാം ഒന്നിക്കേണ്ടത് നിഷേധാത്മകമായിട്ടല്ല, ആരെയെങ്കിലും കണ്ട് ഭയന്നോ അവർ സംഘടിക്കുന്നു അതുകൊണ്ട് നമുക്കും സംഘടിക്കണ്ടേ എന്ന ഒരു ഭീതിയിൽ നിന്നോ ആശങ്കയിൽ നിന്നോ ഒന്നുമല്ല നമ്മുടെ ഐക്യം ഉണ്ടാകേണ്ടത്. ഇത് സ്വാഭാവികമായും സംഭവിക്കേണ്ടതാണ്. ആര് സംഘടിച്ചാലും ഇല്ലെങ്കിലും നമുക്കിടയിൽ ഐക്യം ഉണ്ടായേ മതിയാവുകയും. അതാണ് ഈ കലിയുഗം നമ്മളോട് ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ നാം ജീവിക്കുന്ന ജനാധിപത്യ രാഷ്ട്രം എന്ന നിലയിൽ നമ്മുടെ ഭരണഘടനയും നമ്മളോട് ആവശ്യപ്പെടുന്നത് സംഘടിക്കാൻ. എന്തുകൊണ്ടാണ്? ജനാധിപത്യ സംവിധാനത്തിൽ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിനാണ് വില. ഭൂരിപക്ഷത്തിന്റെ ചിന്തയ്ക്ക്, ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായങ്ങളാണ് രാഷ്ട്രത്തിന്റെ നിയമമായി മാറുന്നത്.
അല്ലെ? എന്താണ് ഭൂരിപക്ഷം ചിന്തിക്കുന്നത്? ഭൂരിപക്ഷം ജനങ്ങൾ ആരെ പിന്തുണയ്ക്കുന്നു? അല്ലെ? നമ്മുടെ നാട്ടിൽ പലപ്പോഴും കോടതികളിൽ അല്ലെങ്കിൽ സംഘടിത ശക്തി ഉണ്ടായേ മതിയാവുകയും, അത് ആരെയും ഭയന്നിട്ടോ ആരെയെങ്കിലും ഭീഷണിപ്പെടുത്താനോ ഒന്നുമല്ല. അതുതന്നെയാണ് 1925 RSS സ്ഥാപിച്ചതിലൂടെ അതിന്റെ സ്ഥാപകൻ മുൻപോട്ടേക്ക് വെച്ച ആശയം അതുതന്നെയാണ്. ഈ രാജ്യത്തിലെ ജനങ്ങൾ സംഘടിക്കുന്നത് മറ്റാരെയും ഭയപ്പെടുത്താനല്ല, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. കാരണം നമ്മുടെ രാഷ്ട്രം എന്നുള്ളത് വളരെയേറെ പ്രത്യേകതകളുള്ള ഒരു രാഷ്ട്രമാണ്. ലോകത്തില് നമുക്കറിയാം, ഐക്യരാഷ്ട്രസഭയുടെ കീഴിലും എല്ലാം കൂടെ 200ഓളം രാജ്യങ്ങൾ പലയിടങ്ങളിലായിട്ടുണ്ടായിരുന്നു ഉണ്ട്. പക്ഷെ ഈ രാജ്യങ്ങൾക്കൊന്നുമില്ലാത്ത ഒരു പ്രത്യേകത അത് ഭാരതത്തിന് മാത്രമാണ് ഉള്ളത്. അത് നമ്മൾ ഭാരതീയ രാജ്യം നമ്മൾ അവകാശപ്പെടുന്നതല്ല. ലോകത്തിൽ ഭാരതത്തെ പറ്റി പഠിച്ചിട്ടുള്ള ചിന്തകന്മാരായിട്ടുള്ള എല്ലാവരും, അത് അവരുടെ ഏത് നാഷണാലിറ്റി ആയാലും, അവർ ഇന്ത്യക്കാരായാലും വിദേശികളായാലും എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ഭാരതത്തിന്റെ പ്രത്യേകത എന്നുള്ളത് മറ്റൊരു രാജ്യത്തിനുമില്ല. ഈ രാഷ്ട്രം നിലനിന്നെങ്കിൽ മാത്രമേ ലോകത്തിന് പോലും നിലനിൽക്കുള്ളൂ. അപ്പൊ ലോകം നിലനിൽക്കണമെങ്കിൽ ഭാരതം നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ഒരു ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സംഘടിക്കുന്നത്. അപ്പൊ ഭാരതീയരായ ജനങ്ങൾ സംഘടിക്കുന്നത് ആരെയും ഭീതിപ്പെടുത്താനോ ഭയപ്പെടുത്താനോ ആരെയെങ്കിലും ഭയന്നിട്ടോ അല്ല, മറിച്ച് ഈ ലോകത്തെ നിലനിർത്തണമെങ്കിൽ നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന ഉത്തരവാദിത്ത ബോധമാണ് നമ്മുടെ സംഘാടനത്തിന്റെ അല്ലെങ്കിൽ സംഘടിത രൂപത്തിന്റെ അടിസ്ഥാനം എന്നുള്ളത്. വിവേകാനന്ദ സ്വാമികൾ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ഭാരതം നിലനിന്നാൽ ലോകം നശിക്കില്ല, നേരെ മറിച്ച് ഭാരതം നശിച്ചാൽ ലോകം മുഴുവൻ നശിച്ചു പോകും. ഇത് നാം ഈ ആയിരത്താണ്ട് കാലങ്ങളായി 10,000-കണക്കിന് വർഷങ്ങളായി നിലനിന്നു പോരുന്ന ഒരു ജീവിത ക്രമം ഉണ്ടാക്കിയെടുത്ത സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഈ സംസ്കൃതിക്ക് മാത്രമേ ഇതര വിഭാഗങ്ങളെ പറ്റി ചിന്തിക്കാനുള്ള വിശാലത ഉണ്ടായിട്ടുള്ളൂ. നമ്മുടെ നാട് മാത്രമേ ഇതര മനുഷ്യരെ പറ്റി, സഹജീവികളെ പറ്റി, സഹോദരന്മാരെ പറ്റിയൊക്കെ ചിന്തിച്ചിട്ടുള്ളൂ. ഇവിടെ നിന്ന് മാത്രമേ ഉദാത്തമായ മാനവിക മൂല്യങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. മറ്റുള്ള എല്ലാ രാഷ്ട്രങ്ങളും അവരവരെ പറ്റി ചിന്തിച്ചപ്പോൾ, തങ്ങളുടെ നിലനിൽപ്പിനെ പറ്റി ചിന്തിച്ചപ്പോൾ, കായബലം കൊണ്ട് അല്ലെങ്കിൽ മസിൽ പവർ കൊണ്ട് അതീശത്വം ഉറപ്പിച്ച് തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ലോകത്തിലെ ഏക രാഷ്ട്രം ആയുധം എടുക്കുന്നതിനെ പറ്റി പോലും ചിന്തിക്കാത്ത ഒരു രാഷ്ട്രം. നാം ആയുധം എടുത്തില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും ആയോധന വിദ്യ അറിയാത്തതോ നാം ആരും കരുത്തന്മാരോ അല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് നാം അത്രയേറെ കരുത്തന്മാരായതുകൊണ്ട് നമുക്ക് ആയുധത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ലോകത്തിലെ ഏറ്റവും സംസ്കൃത ചിത്തരായ മനുഷ്യൻ അധിവസിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഭാരതത്തിൻ്റെത്. ഇവിടെ നിന്നാണ് ലോകത്തിന്റെ ഇതര പ്രദേശങ്ങളിലേക്ക് മാനവികതയുടെ ചിന്ത പോയത്. മാനവികത എന്നൊക്കെ കേൾക്കുമ്പോൾ ഇന്ന് പലരും അതിന്റെ അവകാശികളായി വരുന്നുണ്ട്. എങ്കിലും യഥാർത്ഥ മാനവികത ഉണ്ടായത് ഇവിടെ നിന്നാണ്. ഇപ്പൊ നമ്മള് പല ശാന്തി മന്ത്രങ്ങളിലും ഒക്കെ ചെല്ലുമ്പോൾ എല്ലാവരും പറയും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നൊക്കെയുള്ള അല്ലെ എന്നുള്ള ചില ശാന്തി മന്ത്രങ്ങളൊക്കെ ഉണ്ടായത് ഭാരതത്തിൽ നിന്നാണ്. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശ ഗോ ബ്രാഹ്മണേഭ്യ സുഖമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് ആ ശ്ലോകം മുഴുവൻ. അപ്പം ലോകത്തിന് മുഴുവൻ സുഖമുണ്ടാകട്ടെ എന്ന് ചിന്തിക്കാനുള്ള വിശാലത നമുക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികന്മാർ പറഞ്ഞ ആനോ ഭദ്ര ക്രതവോ എന്തു വിശ്വത, ലോകം മുഴുവനുമുള്ള എല്ലാ നല്ല ചിന്തകളും നമ്മളിലേക്ക് കടന്നു വരട്ടെ എന്ന് ചിന്തിക്കാൻ ആർക്കാ സാധിച്ചത്? നമ്മുടെ പൂർവികന്മാർക്ക് മാത്രമേ അത് സാധിച്ചു. ലോകത്തിൽ എവിടെ നല്ല ചിന്തയുണ്ടെങ്കിലും അത് നമ്മളിലേക്ക് കടന്നു വരട്ടെ. അതുകൊണ്ടാണ് ഈ രാഷ്ട്രം അതിന്റെ അതിർത്തികൾ ഇന്നേ വരെ കൊട്ടിയടയ്ക്കാതിരുന്നത്. ലോകത്തിന്റെ എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ച ഒരു ജനത നമ്മളാണ്. ഇവിടെ പലസ്തീനെ പറ്റി പറഞ്ഞു, അല്ല ഇസ്രായേലിനെ പറ്റി പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാലം പീഡനം അനുഭവിച്ച ഒരു ജനതയായി പറയുന്നത് ജൂതന്മാരെ. അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരൻ
60 ലക്ഷം ജൂതന്മാരെയാണ് ഹോളോകോസ്റ്റ് എന്ന പേരിൽ കൂട്ടക്കുരുതി ചെയ്തത്. പക്ഷേ ലോകത്തിലെ ഏറ്റവും പീഡനം അനുഭവിച്ച ജനത ജൂതന്മാരായിരുന്നില്ല, മറിച്ച് ഭാരതീയരായിരുന്നു. നമ്മളാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാലം അടിമത്തത്തിലേക്ക് കടന്നുപോയ ഒരു ജനത. ജൂതന്മാരുടെ പോരാട്ട ചരിത്രം എന്നുള്ളത് ഒരു 2000 വർഷത്തെ ചരിത്രമേ ഉള്ളൂ. 2000 വർഷമായി അവർ പീഡനത്തിൽ ആയിരുന്നു. ലോകം മുഴുവൻ അവര് ചിതറി ഓടി, സ്വന്തം നാട്ടിൽ നിന്നും അവരെ പറിച്ചെറിഞ്ഞു. അവർക്ക് സ്വന്തമായ ഒരു രാഷ്ട്രം പോലും ഉണ്ടായില്ല. അങ്ങനെയാണ് അവർ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അഭയം തേടി ചെന്നു. എല്ലാവരും വന്നിട്ട് നേരെ വാതിലുകൾ കുത്തി കിടച്ചു. കിട്ടിയ ലോകത്തെ എല്ലാ ഭാഗങ്ങളിലും ജൂതന്മാർ വേട്ടയാടപ്പെട്ടു. പക്ഷെ ജൂതന്മാരെ 2 കൈയും നീട്ടി സ്വീകരിച്ചത് നാം ഭാരതീയർ മാത്രമേ. മലയാളികൾക്ക് അഭിമാനിക്കാം, അവരാദ്യം വന്ന് കയറിയത് നമ്മളുടെ തീരപ്രദേശത്താണ്. കൊച്ചിയിലെ മട്ടാഞ്ചേരി ഇന്നുമുണ്ട് ജൂത തെരുവ്. ഗോവ, മട്ടാഞ്ചേരി, ബോംബെ മുതൽ അല്ലെങ്കിൽ അങ്ങ് ഗുജറാത്ത് മുതലുള്ള നമ്മുടെ തീരപ്രദേശം, ഗുജറാത്ത്, മുംബൈ, ഗോവ, മംഗലാപുരം തുടങ്ങി കൊച്ചി വരെ ജൂതന്മാര് വന്ന് കയറുകയും അവർക്കൊക്കെ അഭയം നൽകുകയും ചെയ്യുന്ന നാട് നമ്മുടേതാണ്. അതുകൊണ്ട് ചരിത്രപരമായി അതുകൊണ്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രവും ഭാരതവും തമ്മിലുള്ള ഒരു മാനസികമായ ഐക്യം നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് മാത്രമേ ഇങ്ങനെ സഹായഹസ്തം നീട്ടാൻ സാധിച്ചിട്ടുള്ളൂ. നാം മാത്രമേ മറ്റുള്ളവരെ പറ്റി ചിന്തിച്ചുള്ളൂ. ഈ രാഷ്ട്രത്തിൽ നിന്നാണ് അറിവുണ്ടായത്. വേദം എന്ന വാക്കിന്റെ അർത്ഥം അറിവ് എന്നാണ്. വേദം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അറിവെന്നാണ്. ലോകത്തിലെ ഇതര ജനവിഭാഗങ്ങൾ ഇന്ന് വലിയ സാംസ്കാരികമായ അല്ലെങ്കിൽ കൾച്ചറൽ അല്ലെങ്കിൽ സിവിലൈസ്ഡ് എന്നൊക്കെ പറയുന്ന രാഷ്ട്രങ്ങൾക്ക് എത്ര കാലത്തെ ചരിത്രമാണുള്ളത്? അമേരിക്ക ലോകത്തിലെ ഏറ്റവും സമ്പൽ സമൃദ്ധമായ രാഷ്ട്രങ്ങളിൽ ഒന്നായി പറയുന്ന രാഷ്ട്രമാണ് അമേരിക്ക. അമേരിക്കയുടെ ചരിത്രം 450-500 വർഷത്തെ പഴക്കമേ അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രത്തിനുള്ളൂ. 500 വർഷം എന്ന് പറയുമ്പോൾ ഭാരതത്തിന്റെ യുഗയുഗാന്തരങ്ങളായിട്ടുള്ള 10,000 വർഷങ്ങളായുള്ള നമ്മളുടെ പാരമ്പര്യം നോക്കുമ്പോൾ 500 വർഷം എന്നുള്ളത് വളരെ ചെറിയ കാലയളവാണ്. ഇവിടെ നിന്നാണ് അറിവുണ്ടായത്. ലോകത്തിന്റെ ഇതര വിഭാഗങ്ങളിലെ ജനങ്ങൾ നാണമുണ്ട്, അല്ലെ? ഒരു മനുഷ്യന്റെ അടിസ്ഥാനപരമായ വികാരം നാണമാണ്. നഗ്നത മറക്കേണ്ടതാണ് എന്ന് തിരിച്ചറിയുന്നതിന് മുൻപ് വേട്ടയാടി കിട്ടുന്ന ഭക്ഷണം, മനുഷ്യൻ ആദ്യകാലങ്ങളിൽ കൃഷി കണ്ടെത്തുന്നതിന് മുമ്പ് വേട്ടയാടിയാണ് ഭക്ഷണം കഴിച്ചിരുന്നത്, അല്ലെ? അപ്പൊ വേട്ടയാടി കിട്ടുന്ന മൃഗത്തെ ചുട്ടു തിന്നാൽ, അല്ലെ, പച്ചയ്ക്ക് തിന്നുകയായിരുന്നു മനുഷ്യൻ ആദ്യകാലത്ത് ചെയ്ത്. ചുട്ടു തിന്നാൽ കൂടുതൽ രുചിയുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നതിന് മുൻപ് ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ മുതുമുത്തച്ഛന്മാര് വേദങ്ങൾ രചിച്ചിരുന്നു എന്ന് മനസ്സിലാക്കും. നമ്മൾ എവിടെ എത്തിയിരുന്നു? ലോകത്തിന് നാണം തിരിച്ചറിയുന്നതിന് മുൻപ്, നഗ്നത തിരിച്ചറിയുന്നതിന് മുമ്പ് ഭാരതത്തിൽ നിന്ന് രാമായണവും മഹാഭാരതവും പോലെയുള്ള ക്ലാസിക്കുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ നിന്നാണ് സംസ്കാരം. സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ അതിന് പറയാം സംസ്കരിച്ചെടുത്തത്, അല്ലെ? ഈ സംസ്കരിച്ചെടുത്തതാ, പ്യൂരിഫൈഡ് ആണ്. അപ്പൊ പ്യൂരിഫൈഡ് ആയിട്ടുള്ള ചിന്ത ഉണ്ടായത് ഭാരതത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഇന്ന് ലോകത്തിന്റെ സംസ്കാരത്തെ പറ്റി പറയുമ്പോൾ ഭാരതീയ സംസ്കാരത്തിന്റെ പഴമ നമ്മുടെ ഹാരപ്പൻ, മോഹൻജദാരോ തുടങ്ങിയ സിന്ധു നദീകളുടെ സംസ്കാരത്തെ പറ്റി പറയുന്നത് അതുകൊണ്ടാണ്. ഇപ്പൊ ലോകത്തിൽ അങ്ങനെ നിരവധി ഭാരതത്തോടൊപ്പം പഴക്കമില്ലെങ്കിലും ഭാരതത്തിന് ശേഷം പഴക്കമുള്ള നിരവധി സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് ചൈനയുടെ സംസ്കാരം ഭാരതത്തിനെക്കാട്ടിൽ കാലയളവിൽ കുറഞ്ഞ സംസ്കാരം, അല്ലെങ്കിൽ പഴക്കത്തിൽ താരതമ്യേന പുതുമുഖങ്ങളാണ്. ഇൻകയും മയയും ഉണ്ടായിരുന്നു, പേർഷ്യൻ സംസ്കാരം ഉണ്ടായിരുന്നു, ഈജിപ്ഷ്യൻ സംസ്കാരം ഉണ്ടായിരുന്നു, ഗ്രീക്ക് സംസ്കാരം ഉണ്ടായിരുന്നു. എവിടെ? മെസൊപ്പൊട്ടാമിയ സംസ്കാരം എവിടെ പോയി? ഇന്ന് ലോകത്തിൽ സംസ്കൃതം അല്ലെങ്കിൽ സംസ്കരിക്കപ്പെട്ട ഒരു ജനത, സംസ്കാരം സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു ജനവിഭാഗത്തിന്റെ നൈരന്തര്യം എടുക്കുമ്പോൾ, അവരുടെ പിറകിലേക്ക് അവരുടെ ജീവിതക്രമം എടുക്കുമ്പോൾ വന്നു നിൽക്കാൻ ആൾക്കാരില്ല. പേർഷ്യൻ സംസ്കാരത്തിന്റെ പിന്മുറക്കാരില്ല. പഴയ പേർഷ്യ ഇന്ന് ഇറാൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇറാനിൽ പേർഷ്യൻ സംസ്കാരത്തിന്റെ കല്ലുകൾ പോലും കാണാനില്ല. ഞങ്ങൾക്ക് പറഞ്ഞ അമേരിക്ക, കൊളംബസ് എന്ന് പറയുന്ന നാവികൻ ഭാരതത്തിലേക്ക് വരാൻ ഇറങ്ങിയതാണ്, അല്ലെ? ഭാരതത്തിലേക്ക് വന്നയാളാണ് കൊളംബസ്. വഴിതെറ്റി ചെന്ന് കയറിയതാണ് അമേരിക്കയിൽ. അവിടെ കണ്ട ജനതയെ അദ്ദേഹം
റെഡ് ഇന്ത്യൻസ് എന്നാണ് വിളിച്ചത്. അവിടെ കൊളംബസ് ചെന്ന് കയറുമ്പോ അവിടെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. ഇൻക എന്നും മയ എന്നും പറയുന്ന രണ്ട് സംസ്കാരങ്ങൾ. എന്നതില്ല. ഇൻകയും മയയിലും ഉണ്ടായിരുന്ന 10,000-കണക്കിന് നിരപരാധികളായ മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടാണ് നാം ഇന്ന് കാണുന്ന അമേരിക്ക എന്ന് പറയുന്ന സാമ്രാജ്യം പടുത്തുയർത്തിയത്. ഇത് തന്നെയാണ് പെർഷ്യയിൽ സംഭവിച്ചത്. പെർഷ്യയില് ഇറാൻ ഇസ്ലാം മുഗളവൽക്കരണത്തിന് ശേഷം ഉണ്ടായ ഇറാന്റെ മാറ്റത്തെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് പറയുന്നില്ല. എവിടെ പോയി ഗ്രീസ് സംസ്കാരം? ഗ്രീസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രമെന്നുണ്ട്, പക്ഷെ അവരുടെ സംസ്കൃതി എവിടെ? അവർക്ക് തലമുറകളായി കൈമാറി കിട്ടിയ ഒസ്യത്ത് എവിടെ? ഈജിപ്റ്റ് ഉണ്ട്. എന്താ ഈജിപ്തിന്റെ അവസ്ഥ? ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഭാരതം കഴിഞ്ഞാൽ അടുത്ത പഴക്കമുള്ള സംസ്കൃതിയായിരുന്നു ഈജിപ്തിന്റേത്. എന്നാ ഈജിപ്റ്റ് എന്നുള്ളത് മുമ്പ് പറഞ്ഞ താലിബാന്റെ പിന്മുറക്കാരാണ് ഈജിപ്റ്റ് ഭരിക്കുന്നത്. ഇതിലെ സംസ്കൃതികളില്ല, സംസ്കൃതികളൊക്കെ മാഞ്ഞു പോയിരിക്കുന്നു. അപ്പൊ ലോകത്തിൽ നിങ്ങളുടെ വിറകോട്ടെടുത്താൽ എവിടെ ചെന്ന് നിൽക്കുന്നു നിങ്ങളുടെ ചരിത്രം? നിങ്ങൾ ആരുടെ പിന്മുറക്കാരാണ്? ഈ ഒരു ആത്മബോധം നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കിയെടുക്കുക, അതാണ് നമ്മുടെ ഇത്തരം കൂട്ടായ്മകളുടെ അടിസ്ഥാനം. അല്ലെങ്കിൽ അതിന്റെ പിന്നിലുള്ള വികാരം. ഇവിടെ രാമധർമ്മ പ്രചാര സഭയുടെ പ്രവർത്തകന്മാർ എന്തിനാണ് ഇത് വിളിച്ചു കൂട്ടിയത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ വരുന്ന തലമുറയോട് നമുക്ക് നടത്താനുള്ള എക്സ്ചേഞ്ചുകൾക്കിടയിൽ കൾച്ചറൽ എക്സ്ചേഞ്ച് ഉണ്ടാകണം. നമ്മൾ ആരുമായിക്കൊള്ളട്ടെ. പണ്ട് കേരളത്തിൽ നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് ഒരു പരസ്യം ഇറക്കി. അത് അവർ പറഞ്ഞിരിക്കുന്ന വാചകം നല്ല രസമാണ്. നിങ്ങൾ ആരുമാകട്ടെ, വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾ ഡ്രൈവർ മാത്രമാണ് എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ആരുമാകട്ടെ, നിങ്ങൾ ആത്യന്തികമായും ഭാരതീയനാണ്. നിങ്ങൾക്ക് അതിനൊരു അഭിമാന ബോധം വേണം. ലോകത്തിലെ ഏറ്റവും സംസ്കൃത ചിത്തരായ മനുഷ്യന്റെ പിന്തുണക്കാരനാണ് ഞാൻ. എന്റെ പൂർവികനാണ് ലോകത്തിന് അറിവ് കൊടുത്തത്. എന്റെ നാട്ടിൽ നിന്നാണ് ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിലേക്ക് സംസ്കാരം പ്രചരിച്ചത്, കല പ്രചരിച്ചത്, സാഹിത്യം പ്രചരിച്ചത്. നമ്മൾ ചുമ്മാതെ പറയുന്നതല്ല. ഭാരതത്തിന്റെ പൗരാണിക കാലഘട്ടത്തിന്റെ ആ ഒരു ഗരിമയെ പറ്റി, മഹത്വത്തെ പറ്റി നിരവധി ചരിത്രകാരന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭാരതം സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 50 വർഷം മുൻപ് ഭാരതത്തിന്റെ GDP എന്നുള്ളത് ലോക GDPയുടെ 30%. ഇന്നോ എവിടെ എത്തി നമ്മുടെ നാട്? അപ്പൊ ഭാരതത്തിന്റെ കലകൾ, സംസ്കാരം, സാഹിത്യം, ഭക്ഷണ രീതി, വസ്ത്ര വൈവിധ്യം, ഭാഷയുടെ വൈവിധ്യം, ഇത്രയേറെ അവകാശപ്പെടാൻ ഒരു ജനത ലോകത്തിൽ ആരാ ഉള്ളത്? നമുക്കുള്ള അത്രയും നിങ്ങൾക്കറിയാം, നളന്ദയും തക്ഷശിലയും പോലെയുള്ള അന്നത്തെ കാലത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഇന്നാണ് നമുക്ക് യൂണിവേഴ്സിറ്റികൾ എന്നുള്ള സങ്കല്പം പോലും ഉണ്ടാകുന്നത്. യൂണിവേഴ്സിറ്റികൾ ഇപ്പൊ ഇന്ന് ലോകത്തിലെ വിദ്യാർത്ഥികളുടെ ഒക്കെ ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഓക്സ്ഫോർഡോ സ്റ്റാൻഫോർഡോ അല്ലെ കേംബ്രിഡ്ജോ പോലെയുള്ള സർവകലാശാലകളിൽ പഠിക്കണമെന്നാണ് നമ്മുടെ പുതിയ തലമുറയുടെ ആഗ്രഹം. ഒരു 6-ാം നൂറ്റാണ്ടിൽ 7-ാം നൂറ്റാണ്ടിലൊക്കെ ലോകത്തിന്റെ മുഴുവൻ വിദ്യാഭ്യാസ തലസ്ഥാനം എന്നുള്ളത് ഭാരതമായിരുന്നു. ഇവിടേക്കാണ് വന്നിരുന്നത്. ചൈനീസ് സഞ്ചാരികളായ പിയാൻസാങ്ങും കാരിയാനും ഭാരതത്തിൽ വന്നതിന് ശേഷം അവരെഴുതിയ ഡയറി കുറിപ്പുകളിൽ പറയുന്നു, നളന്ദയിൽ നിലനിന്നിരുന്ന അതിബൃഹത്തായ സർവകലാശാലയെ പറ്റി. അദ്ദേഹം പറയുന്നു, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികൾ ഇവിടെ എത്തി പഠിച്ചിരുന്നു. അവർ ഡേ സ്കോളർമാരായിരുന്നില്ല, റെസിഡന്റ് സ്കോളേഴ്സ് അല്ലെ എന്ന് പറയുന്ന ഹോസ്റ്റൽ സൗകര്യങ്ങളോട് കൂടിയ യൂണിവേഴ്സിറ്റികൾ നമുക്കുണ്ടായിരുന്നു. എന്നാണ് ലോകത്തിന് യൂണിവേഴ്സിറ്റി എന്ന സങ്കല്പം ഉണ്ടായത്. പക്ഷെ ആ നളന്ദയെയും തക്ഷശിലയെയും കൊള്ളയടിച്ച ചരിത്രവും നാം പഠിക്കണം. പത്യാവൂർ ഷിൽജി എന്ന് പറയുന്ന മുഗളൻ നളന്ദയുടെ സർവകലാശാല ആക്രമിച്ച് മുഴുവൻ ഇടിച്ചു നിരത്തുകയാണ് ഉണ്ടായത്. കാര്യം അക്ഷര വിരോധികളായിരുന്നു. ഇന്ന് നിങ്ങൾ കാണാറുണ്ട്. താലിബാന്റെ ഏറ്റവും പുതിയ ഉത്തരവ് എന്താ? അതിൽ വായിച്ചോ? അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന താലിബാന്റെ ഏറ്റവും പുതിയ ഉത്തരവ് സ്ത്രീകൾ 6-ാം ക്ലാസ്സിന് ശേഷം പഠിക്കേണ്ട എന്നാണ്. ഇതിനെയാണ് ഇന്ന് പുരോഗമനം എന്ന് പറയുന്നത്. ഇതാണോ പുരോഗമനം എന്ന് നാം ചിന്തിക്കട്ടെ. സ്ത്രീകൾക്ക് 6-ാം ക്ലാസ്സിന് ശേഷം വിദ്യാഭ്യാസം വേണ്ട എന്നാണ് താലിബാന്റെ ഹൂറ കൗൺസിൽ, എന്തോ ഒരു കൗൺസിൽ ഉണ്ട്, അവർ ചേർന്നെടുത്ത തീരുമാനം. ഷൂറ കൗൺസിൽ അവരെടുത്ത തീരുമാനമാണ് സ്ത്രീകൾക്ക് 6-ാം ക്ലാസ്സിന് ശേഷം വിദ്യാഭ്യാസം വേണ്ട. സംഗീതം വേണ്ട, നിഷിദ്ധമാണ്. സാഹിത്യം നിഷിദ്ധമാണ്. സിനിമ നിഷിദ്ധമാണ്. സ്ത്രീകൾ ഒന്നെങ്കിൽ സഹോദരനോടൊപ്പം, അല്ലെങ്കിൽ അച്ഛനോടൊപ്പം, അല്ലെങ്കിൽ ഭർത്താവിനോടൊപ്പം മാത്രമേ പുറത്തിറങ്ങാവൂ. എന്നിട്ട് നമ്മളോട് പറയും മനുസ്മൃതിയിലുണ്ട്, സ്ത്രീ
സ്വാതന്ത്ര്യം അർത്ഥിക്കരുത്. അവർ കേൾക്കുമ്പോൾ നമ്മൾ വാലും തിരിച്ചു ആണോ? ഇവിടെ ആരെങ്കിലും ഇവിടെ തോന്നിയിട്ടുണ്ടോ? ഇതൊരു മറ്റൊരു രീതിയിൽ പറയുന്നത്, ഇത് മറ്റ് സമ്മേളനമായിരുന്നെങ്കിൽ നടുക്കൂടെ ഒരു കർട്ടൻ ഉണ്ടായിരുന്നില്ലേ? ഒരു വശത്ത് സ്ത്രീകൾ, ഒരു വശത്ത് പുരുഷന്മാർ. അങ്ങനെ ഇരിക്കുമ്പോൾ കണ്ണുകൊണ്ട് കാണാൻ പോലും പാടില്ല. സ്ത്രീകളുടെ കണ്ണു മാത്രമേ പുറത്ത് കാണാവൂ. അതാണ് ഇന്ന് പുരോഗമനം. നമ്മളൊക്കെ വളരെ പിന്തിരിക്കുന്നവരാണെന്നാ പറയുന്നത്. ആലോചിച്ചു നിങ്ങൾ. അപ്പൊ അങ്ങനെ അക്ഷര വിരോധികളായ പക്യാവൂർ ഖിൽജി നളന്ദയുടെ ലൈബ്രറി തീർപ്പ് നശിച്ചു. ആ തീ 6 മാസക്കാലം നിന്ന് കത്തി. 6 മാസം ഒരു അഗ്നി കത്തണമെങ്കിൽ ശബരിമലയിലെ മറ്റേ കുണ്ടമുണ്ടല്ലോ, എന്താ പറയാ, ആഴി പോലും വർഷത്തിൽ കെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. 6 മാസക്കാലം നമ്മളുടെ ഗ്രന്ഥപുര നിന്ന് കത്തി. എന്തായിരുന്നിരിക്കാം അവിടെ ഉണ്ടായിരുന്ന അറിവുകൾ ആർക്കറിയാം? നമ്മുടെ അറിവുകളെ മുഴുവൻ ഇല്ലാതെയാക്കിയിരുന്നു. ഈ രാഷ്ട്രത്തെ മുഴുവൻ തച്ച് തകർത്തു. 1000 വർഷത്തെ അടിമത്തമാണ് നമ്മളിലേക്ക് അടിച്ചേൽപ്പിച്ചത്. നമ്മളിലുള്ളതിനെ മുഴുവൻ കവർന്നെടുത്തു. എന്നിട്ട് നിങ്ങളോട് പറഞ്ഞു തന്നു, നിങ്ങൾ ലോകത്തിലെ ഏറ്റവും അപരിഷ്കൃതരായ ജനതയാണ് നിങ്ങൾ. ഞങ്ങൾ വന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് വിവരം വെച്ചത്, അല്ലെ? ഞങ്ങൾ വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് റെയിൽവേ കിട്ടിയത്. ബ്രിട്ടീഷുകാർ വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് റെയിൽവേ കിട്ടുമായിരുന്നോ? അങ്ങനെ ചിന്തിക്കുന്നവരാണ്. നമ്മൾ ചിരിക്കാൻ പറയുന്നതല്ല. നമ്മുടെ കൂട്ടത്തിലുള്ള ബുദ്ധിജീവികളെന്ന് അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, വെൽ എഡ്യൂക്കേറ്റഡ് എന്ന് നമ്മൾ കാണുന്ന ആൾക്കാരുടെ ഉള്ളിൽ ചിന്താഗതിയാണ്. ബ്രിട്ടീഷുകാർ വന്നതുകൊണ്ട് നമുക്ക് റെയിൽവേ കിട്ടി, ടെലിഫോൺ കിട്ടി, ടെലിഗ്രാഫ് കിട്ടി, പോസ്റ്റൽ സമ്പ്രദായം ഉണ്ടായി, മിഷനറി വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടായി, സതി നിർത്തലാക്കി. ബ്രിട്ടീഷുകാർ വന്നതുകൊണ്ടാണ് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചത്. നമ്മുടെ ഗതികേട്, ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ നമ്മുടെ പുതിയ തലമുറ തയ്യാറാകുന്നില്ല. ആരോ പറഞ്ഞത് കേട്ട് നമ്മളെല്ലാവരും പിന്തിരിഞ്ഞ് നടക്കുക. നമ്മളൊക്കെ ഏതോ എന്താ പറയുന്നത്, പാമ്പാട്ടികളുടെയും കുടുംബമന്ത്രവാദികളുടെയും ഭരണ സന്യാസിമാരുടെയും കുഷ്ഠരോഗികളുടെയും ഒക്കെ അല്ലേ? ഇന്ന് സിനിമയിൽ മമ്മൂട്ടി പറയുന്നത്, രഞ്ജിപ്പണിക്കർ പറഞ്ഞതുപോലെ കുഷ്ഠരോഗികളുടെയും കുട്ടിക്കൊടുക്കുകാരുടെയും ഒക്കെ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചതുപോലെ നമ്മൾ അതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. അതായിരുന്നില്ല ഇന്ത്യ. നമ്മുടെ പാരമ്പര്യങ്ങൾ ആയിരുന്നില്ല. ലോകത്തെ മുഴുവൻ സമാധാനം പഠിപ്പിച്ചത് നമ്മളാണ്. സ്ത്രീ സ്വാതന്ത്ര്യത്തെ പറ്റി സംസാരിച്ചത് നമ്മളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഫെമിനിസ്റ്റുകൾ ഭാരതീയരായിരുന്നു. ആരെങ്കിലും പറയുന്നത് ഫെമിനിസം എന്നുള്ളത് അങ്ങ് ഗ്രീസിൽ നിന്നോ ഒക്കെ വന്നതാണെന്നാണ് നമ്മളെയൊക്കെ കണ്ടുപിടുത്തം. അല്ല, ലോകത്തിലെ ഏറ്റവും മികച്ച സ്ത്രീ ശാക്തീകരണം എന്നുള്ളത് ഭാരതമല്ലേ നടത്തിയത്? അർദ്ധനാരീശ്വരൻ എന്ന സങ്കല്പത്തിന് അപ്പുറത്തേക്കുള്ള എന്ത് സ്ത്രീ സങ്കല്പമാണ് നമുക്ക് വേണ്ടത്? അല്ലേ? ഏറ്റവും മികച്ച സങ്കല്പം അത് തന്നെയല്ലേ? അതിനുശേഷം നമ്മൾ മനുസ്മൃതിയെ പറ്റി പറയുന്നത്, എല്ലാ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് മനു എഴുതി. പക്ഷെ അതിന് മുൻപും മനു കുറെ സ്മൃതികളിൽ ചില ശ്ലോകങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ പറയുന്നുണ്ട്, എത്ര പൂജ്യസ്തു, എത്ര നാര്യസ്തു പൂജ്യത്തെ രമത്തെ തത്ര ദേവത. എവിടെയാണോ സ്ത്രീ പൂജിക്കപ്പെടുന്നത് അവിടെയാണ് ഈശ്വരൻ പ്രസാദിക്കുന്നത് എന്ന് മനു പറഞ്ഞിരുന്നത്. അത് നമ്മൾ കണ്ടില്ല. ഈ നാട്ടിലുള്ള വിദുഷികളായ സ്ത്രീജനങ്ങളെ പറ്റി നമ്മളോട് ആരും പഠിപ്പിച്ചില്ല. ഈ രാഷ്ട്രത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ആയുധമെടുത്ത് പോരാട്ടത്തിന് ഇറങ്ങിയ വനിതാ രത്നങ്ങളെ പറ്റി നമ്മെ പഠിപ്പിച്ചില്ല. ആ പഠിച്ചത് മുഴുവൻ തോൽവിയുടെ കഥകൾ, തോറ്റോടിയവരുടെ കഥകൾ, നിരാശരുടെ കഥകൾ, കഴിവറ്റവന്മാരുടെ കഥകൾ. ഇതൊക്കെയാണ് ഭാരതം. ഇതൊന്നും അല്ലായിരുന്നു ഭാരതം. ലോകത്തിലെ ഏതെങ്കിലും ഒരു യൂറോപ്യൻ ശക്തി, നമ്മൾ മലയാളികളാണ് ഇരിക്കുന്നത്, ലോകത്തിലെ ഏതെങ്കിലും ഒരു യൂറോപ്യൻ ശക്തി ഏഷ്യയിൽ വന്നിട്ട്, യൂറോപ്യന്മാര് ലോകം മുഴുവൻ കീഴടക്കാൻ ഇറങ്ങിയവന്മാരാണ്. അവരുടെ രീതികൾ അങ്ങനെ. എന്തിനാണ് കീഴടക്കൽ സ്വഭാവം ഉണ്ടാകുന്നത്? എപ്പോഴും നിങ്ങൾക്ക് ഒരാളെ കീഴടക്കാൻ തോന്നുന്നത് എപ്പോഴാണ്? ഒന്നുകിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തോ അയാളുടെ കയ്യിൽ ഉണ്ട് എന്ന് കാണുമ്പോഴല്ലേ തട്ടിപ്പറിക്കാനോട് ത്വരണം കൂടുന്നത്, അല്ലേ? അല്ലെങ്കിൽ നമുക്കത് ഇല്ലായ്മയിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് ഭാരതം വാളുമായി തോക്കുമായി അതിർത്തി കടന്ന് സഞ്ചരിക്കാതിരുന്നത്? കാരണം നമുക്കതിന്റെ ആവശ്യമുണ്ടായി മാത്രമേ ഉത്തരമുള്ളൂ. ഇവിടെ ഇല്ലാത്തത് ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിലല്ലേ അതെനിക്ക് നേടണമെന്ന ചിന്ത ഉണ്ടാവുകയുള്ളൂ. എനിക്കതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല.
ലോകത്തിലെ ഏറ്റവും മികച്ച ഭക്ഷണം എന്റെ നാട്ടിലുണ്ടായിരുന്നു. നമ്മുടെ നാടിന്റെ ഭക്ഷണ വൈവിധ്യത്തെ പറ്റി ഞാൻ നിങ്ങളോട് പറയണം അല്ലെ? നിങ്ങൾ ഓരോരുത്തരും അടുക്കളയിൽ പ്രയോഗിക്കുന്നവരാണ്. എത്രയാ ഭക്ഷണ വൈവിധ്യം എങ്ങനെ ഉണ്ടാകുന്നു? ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. നമ്മൾ ആദ്യം പറയും ഒരു വീടിന്റെ അന്തരീക്ഷം അറിയണമെങ്കിൽ അവിടുത്തെ ഡൈനിങ് ഹാൾ നോക്കിയാൽ മതി അല്ലേ? ആ ചേട്ടനും ചേച്ചിയും വഴക്കാണെങ്കിൽ അന്ന് വലിയ വിഭവങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലേ? ഉണ്ടാവോ? ഇതാണ് എല്ലാവരും ചിരിക്കുന്നുണ്ട്. ചേട്ടന്മാർക്കൊക്കെ അനുഭവം. അന്ന് വലിയ വിഭവങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ചേച്ചി കരിപ്പിലാണ്. ഇന്ന് വലിയ സംഗതിയൊന്നും ഉണ്ടാവില്ല. നേരെ മറിച്ചോ, നിങ്ങൾ എങ്ങനെയാണ് ആഘോഷിക്കാൻ തുടങ്ങുന്നത്? നിങ്ങൾക്ക് സംതൃപ്തമാകുമ്പോൾ നാം ആഘോഷിക്കും അല്ലേ? നമ്മൾ പറയുന്നത് നല്ലൊരു ഭക്ഷണം കഴിക്കുക. അല്ലെങ്കിൽ ഇപ്പൊ പറ്റാത്തോണ്ട് ഹോട്ടലിലേക്ക് പോകാറുണ്ട് അല്ലേ? സന്തോഷം ഉണ്ടാകുമ്പോൾ നമ്മൾ ഭക്ഷണത്തിലാണ് അത് ആദ്യം പ്രകടിപ്പിക്കുക അല്ലേ? അങ്ങനെ വീട്ടിലെ സന്തോഷത്തിന്റെ ആദ്യ ലക്ഷണം എന്താ? നല്ല ഭക്ഷണമാണ് അല്ലേ? നിങ്ങൾക്ക് നല്ലൊരു ഓസ്പീഷ്യസ് ഒക്കേഷൻ വരുമ്പോൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് സദ്യ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു ബിരിയാണി കഴിക്കാൻ, എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ. ഭക്ഷണത്തിലേക്കാണ് മനുഷ്യൻ ആദ്യം പോകുക. നിങ്ങൾ നോക്കൂ, ഭാരതത്തിന്റെ ഭക്ഷണ വൈവിധ്യം എന്തുകൊണ്ടാണ് ഇത്രയും ഭക്ഷണ വൈവിധ്യം ഉണ്ടായത്? നമ്മുടെ ജനത അത്രയ്ക്ക് കണ്ടൻസ്ഡ് ആയിരുന്നു, സംതൃപ്തരായിരുന്നു. നിങ്ങൾക്ക് വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാം ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം ഇവിടെയുണ്ട്, ആയോധന വിദ്യ ഇവിടെയുണ്ട്, ശാസ്ത്രം ഇവിടെയുണ്ട്, കല ഇവിടെയുണ്ട്, സാഹിത്യം, വൈദ്യം ഏറ്റവും മികച്ച അല്ലെ? നിങ്ങൾക്കറിയാം ശുശ്രുതനെയും ചരകനെയും പോലെയുള്ള നമ്മുടെ ഭാരതത്തിന്റെ ശാസ്ത്രജ്ഞന്മാരൊക്കെ ലോകം മുഴുവൻ അംഗീകരിക്കുന്നു. പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്ന ആധുനിക സങ്കേതം ഉണ്ടായത് ഭാരതത്തിലാണ്. ശുശ്രുതനാണ് അതിന്റെ പിതാവ് എന്ന് ജർമ്മനിയിലെ കോളേജിൽ നിന്നാണ്, അവിടുത്തെ MBBS കോളേജിന്റെ ഫ്രണ്ടിൽ ശുശ്രുതത്തെ പ്രതിഫലിച്ചിരിക്കുന്നു. അവര് ലോകാരോഗ്യ സംഘടന പറയുന്നു ഉദാത്തമായ ചിന്തകൾ ഇവിടെ നിന്നാണ് ഉണ്ടായത്. ഇങ്ങനെ വരുമ്പോ നിങ്ങൾക്ക് എന്തിനാണ് മറ്റൊരാളുടെ ആയുധമെടുത്ത് എന്റെ അതിർത്തി വർദ്ധിപ്പിക്കേണ്ട ആവശ്യമുണ്ട്? അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ആയുധമെടുത്ത് എവിടെയും പോകാതിരുന്നത്. നമ്മുടെ വസ്ത്ര വൈവിധ്യം അല്ലേ? നിങ്ങളൊക്കെ അമ്മമാരൊക്കെ സാരി ഉടുത്തിരിപ്പുണ്ട് അല്ലെ? എത്ര മീറ്റർ ആ സാരി? ചിന്തിച്ചിട്ടുണ്ട് എത്ര മീറ്റർ ഉണ്ട് സാരിക്ക്? 6 മീറ്റർ 5.25 മീറ്റർ ഉണ്ടല്ലേ? ലോകത്തിൽ ഇത്രയേറെ വസ്ത്രം വാരി ചുറ്റിച്ച് ഒരുപാട് കാണിക്കാൻ പറ്റും നിങ്ങൾ അല്ലേ? അവരൊക്കെ 2 പീസിലാണ് നടക്കുക വിദേശത്തൊക്കെ. അതൊരു ഫാഷൻ ഐക്കോണായി മാറി 2 പീസ്. എന്തുകൊണ്ടാ? അത് ഇന്നാണ് ഫാഷൻ ആയത്. പണ്ട് ഉണ്ടായിരുന്നില്ല. ദാരിദ്ര്യമായിരുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ള വസ്ത്രം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് അത്യാവശ്യം നാണം മറയ്ക്കാനുള്ള സാധനമൊക്കെ കൊടുത്തു നടക്കും. നമ്മുടെ നാടിന്റെ കേരളത്തെ പറ്റി പറയുന്നില്ല, ഭാരതത്തിന്റെ എവിടെ ചെന്നാലും ഓരോ ജില്ലയിലും തനതായ വസ്ത്രശൈലിയുണ്ട്. ആ ജില്ല സ്വന്തമായി നെയ്തെടുക്കുന്ന വസ്ത്രമുണ്ട്. കേരളത്തിൽ തന്നെ തെക്കേ അറ്റത്തുള്ള ബാലരാമപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെയുള്ള ഗ്രാമങ്ങളിൽ നീണ്ടു കിടക്കുന്ന വസ്ത്ര വൈവിധ്യമുണ്ട് അല്ലെ? കാസർഗോഡൻ സാരി, പയ്യന്നൂർ ഖാദി, പാലക്കാട് പട്ട്, ചേലക്കര തുടങ്ങി ഇങ്ങോട്ട് തൃശ്ശൂരിൽ വന്നാൽ, കോട്ടയത്ത് വന്നാൽ, തിരുവനന്തപുരം എല്ലായിടത്തും ഉണ്ട്. കാഞ്ചീപുരം, ബനാറസ്, കശ്മീരി എവിടെയാണ് ഇല്ലാത്തത്? പോച്ചമ്പള്ളി ഞാൻ പറഞ്ഞു തരാൻ ഒരു ദിവസം ഉണ്ടല്ലേ? ഒന്ന് നോക്കൂ, വസ്ത്ര വൈവിധ്യം ഉണ്ടായി. എന്തുകൊണ്ട്? ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ആയുധമെടുത്ത് ആരെയും കീഴ്പ്പെടുത്തേണ്ട ആഗ്രഹം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ നാം എല്ലാവരോടും പറഞ്ഞു. അതുകൊണ്ടാണ് ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന സങ്കല്പം നമ്മുടെ ഇടയിൽ ഉണ്ടായി വന്നത്. നല്ല ഭക്ഷണമുണ്ട്, നല്ല വസ്ത്രമുണ്ട്, നല്ല എന്റർടൈൻമെന്റ് ഉണ്ട്, നല്ല വിദ്യാഭ്യാസം കിട്ടുന്നു, ജനം സംസ്കൃത ചിത്തരാണ്, ആർക്കും ആരോടും ദ്വേഷം ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് നമ്മൾ പഠിപ്പിച്ചത്. ഐകമത്യ സൂക്തമാണ് നാം ചൊല്ലിയത്. സംഭവം അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞില്ലേ, എവരി നേഷൻ ഹാസ് എ മെസ്സേജ് ടു ഡെലിവർ, എ മിഷൻ ടു ഫുൾഫിൽ, എ ഡെസ്റ്റിനി ടു റീച്ച്. എല്ലാ രാജ്യത്തിനും ഉണ്ട് ലോകത്തിന് കൊടുക്കാൻ ഒരു സന്ദേശം, എത്തിച്ചേരാൻ ഒരു ലക്ഷ്യമുണ്ട്. എന്താ ഭാരതത്തിന്റെ ലക്ഷ്യം? നമ്മുടെ ലക്ഷ്യമാണ് എന്താണ്? ടു ഗൈഡ് ഹ്യൂമാനിറ്റി, മാനവികതയെ നയിക്കുക, അല്ലെങ്കിൽ ആഗോള മനുഷ്യരെ നയിക്കുക എന്നതാണ് ഭാരതത്തിന്റെ ഡെസ്റ്റിനി. നമ്മുടെ വിധി അതാണ്, നമ്മളുടെ കർത്തവ്യം അതാണ്, കടമ അതാണ്. ഈ ബോധ്യമാണ് നമ്മുടെ മക്കൾക്ക് ഉണ്ടാകേണ്ടത്.
അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഭാരതത്തിന്റെ കടമ എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കടമയാണ്. നിങ്ങൾ ഓരോരുത്തരും ലോകത്തെ നയിക്കാൻ പ്രാപ്തരായിട്ടുള്ളവരാണ്. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ എന്റെ ചുണക്കുട്ടികളെ എന്നാണ് വിളിച്ചത്. നാം ആരെയും പാപികളെ എന്ന് വിളിച്ചു. അമൃതസ്യപുത്ര എന്നാണ് വിളിച്ചത്. അമരത്വത്തിന്റെ സമ്മാനങ്ങളാണ് നമ്മൾ. ഭാരതം മുൻപോട്ടേക്ക് വെച്ചത് അഭി അഭി അഭി, ഭീതി അരുത്, ആരെയും ഭയക്കേണ്ടതില്ല, ഭയം അരുത് എന്നാണ് ഭാരതം പഠിപ്പിച്ചത്. നമ്മുടെ ആനി ബെസന്റ്, വിദേശിയാണ് ആനി ബെസന്റിന്റെ വിഖ്യാതമായ ഒരു ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ ആനി ബെസന്റ് പറയുന്നുണ്ട് അവർക്ക് ഭാരതത്തോട് അദമ്യമായ ആരാധനയായി. അവർ ലോകത്തിന്റെ എല്ലായിടത്തും പോയി പഠിച്ചതിന് ശേഷം വിൽഡിയോറിനെ പറ്റി ബെർട്രൻഡ് റസ്സൽ വിൽഡിയോർട്ട് നമ്മൾ വായിച്ചു നോക്കണം. ആനി ബെസന്റ് പറയുകയാണ്, അവരുടെ ചെറിയൊരു കഥ പോലെയാണ് അവർ പറയുന്നത്. ഈ ഈശ്വരൻ ലോകം മുഴുവൻ സൃഷ്ടിച്ചിട്ട് ഓരോ രാഷ്ട്രങ്ങൾക്ക് ഓരോ വാക്കുകൾ കൊടുത്തു എന്നാണ് പറഞ്ഞത്. അവർ പറയുന്നുണ്ട് ഈജിപ്തിന് ഈശ്വരൻ കൊടുത്ത വാക്ക് റിലീജിയൻ എന്നാണ്. ഈജിപ്തിൽ നിന്നാണ് റിലീജിയൻ, അവർക്കെല്ലാം മതപരമാണ് കാര്യങ്ങൾ. ഗ്രീസിന് കൊടുത്ത വാക്ക് ബ്യൂട്ടിയാണ്, ബ്യൂട്ടി അല്ലെ. വയലാർ എഴുതിയിട്ടില്ലേ, യവന സുന്ദരി സ്വീകരിക്കുകയും പവിഴമല്ലിക പൂവുകൾ അല്ലെ. ഇന്നും സൗന്ദര്യം നമ്മൾ പറയുമ്പോൾ യവന സൗന്ദര്യം എന്നാണ് പറയുന്നത്. യവനദേശ സൗന്ദര്യത്തെ പറ്റിയാണ് പറയുക. പിന്നെ ലോ കൊടുത്തത് റോമിനാണ്. റോമിൽ നിന്നാണ് നിയമ സംഹിതകളൊക്കെ ഉണ്ടായ നാട് റോമാണ്. ഇങ്ങനെ ഓരോ രാഷ്ട്രത്തിനും ഓരോ വാക്ക് കൊടുത്തു. എന്താണ് ഭാരതത്തിന് ഈശ്വരൻ നൽകിയ വാക്ക്? അതിനെ ചോദിക്കുക. ഭാരതം the eldest among the children of God എന്നാണ് പറയുന്നത്. ആദ്യ സന്താനം എന്ന നിലയിൽ ഭാരതത്തിന് ഈശ്വരൻ നൽകിയ വാക്ക് എന്തായിരുന്നു? The word is ധർമ്മ. ഭാരതത്തിന് ഈശ്വരൻ നൽകിയ വാക്കാണ് ധർമ്മം. അതുതന്നെയാണ് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത്, our destiny is to guide humanity